നമസ്കാരം. തട്ടിപ്പ് വീരൻ സുകേഷ് ചന്ദ്രശേഖർ പ്രതിയായ 200 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിന്നും തലയൂരാനുള്ള നടി ജാക്വലിൻ ഫെർണാണ്ടസിന്റെ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. കേസിൽ മാപ്പുസാക്ഷിയാകാൻ നടി നൽകിയ അപേക്ഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ തള്ളി. നടി വെറുമൊരു ഇരയല്ല എന്നും കുറ്റകൃത്യത്തിലൂടെ സുകേഷ് സമ്പാദിച്ച കോടികളുടെ പ്രധാന ഗുണഭോക്താവാണ് എന്നുമാണ് ഇഡി കോടതിയിൽ തുറന്നടിച്ചത്. താൻ വഞ്ചിക്കപ്പെട്ടതാണെന്നും സുകേഷിന്റെ സമ്മാനങ്ങൾ ക്രിമിനൽ സമ്പാദ്യമാണെന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് ജാക്വലിൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ വാദത്തിന്റെ മുന ഒടിക്കുന്ന തെളിവുകളാണ് ഇഡി നിരത്തിയത്. സുകേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് നടിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ വിലയേറിയ സമ്മാനങ്ങൾ ജാക്വലിൻ കൈപ്പറ്റിയത്. സുകേഷുമായി നടി നടത്തിയ നിരന്തരമായ ആശയവിനിമയങ്ങളിൽ നിന്നും ഇക്കാര്യങ്ങൾ വ്യക്തമാണെന്നും ഇഡി ചൂണ്ടിക്കാട്ടുന്നു. മാപ്പുസാക്ഷിയാകാൻ അപേക്ഷ നൽകിയെങ്കിലും നടി ഇതുവരെ അന്വേഷണത്തോടോ ചോദ്യം ചെയ്യലിനോടോ പൂർണ്ണമായി സഹകരിച്ചിട്ടില്ലെന്നും ഇഡി കോടതിയെ അറിയിച്ചു. പലപ്പോഴും സത്യസന്ധമായ മൊഴി നൽകാൻ നടി വിസമ്മതിച്ചു. നടിക്കെതിരെ കേസിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും അതിനാൽ അവരെ മാപ്പുസാക്ഷിയാക്കി വിട്ടയക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇഡിയുടെ നിലപാട്. ഇഡിയുടെ കടുത്ത നിലപാടിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്കുള്ളിൽ മറുപടി നൽകാൻ കോടതി നടിയുടെ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ പ്രൊമോട്ടറായ ശിവീന്ദർ സിംഗിന്റെ കുടുംബത്തിൽ നിന്നും 200 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് സുകേഷ് ചന്ദ്രശേഖർ ജയിലിലാവുന്നത്. സുകേഷിന്റെ ഭാര്യയും മലയാള നടിയുമായ ലീന മെരിയ പോളും കേസിൽ കുടുങ്ങിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കവെയാണ് ജാക്വലിനുമായുള്ള സുകേഷിന്റെ ബന്ധം പുറത്തുവന്നതും നടിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതും. ബോളിവുഡിലെ ഗ്ലാമർ താരം ജാക്വലിൻ ഫെർണാണ്ടസിന് ഇനി നിയമപോരാട്ടത്തിന്റെ കഠിനമായ നാളുകളാണ് വരാനിരിക്കുന്നത്. ഇഡി കൂടി കൈമലർത്തിയതോടെ കോടതിയുടെ നിലപാടായിരിക്കും നടിയുടെ ഭാവി നിശ്ചയിക്കുക. തട്ടിപ്പ് വീരന്റെ ചതിക്കുഴിയിൽ വീണതാണോ അതോ അറിഞ്ഞുകൊണ്ട് ലാഭം കൊയ്തതാണോ എന്നതിൽ വിധി വൈകാതെ വരും. എന്തായാലും ഫോർട്ടിസ് ഹെൽത്ത് കെയർ പ്രൊമോട്ടറായ ശിവീന്ദർ സിംഗിന്റെ കുടുംബത്തിൽ നിന്നും 200 കോടി രൂപ തട്ടിയെടുത്തുന്ന കേസിലാണ് സുകേഷ് ചന്ദ്രശേഖർ നേരത്തെ അറസ്റ്റിലാവുന്നത്. സുകേഷിന്റെ ഭാര്യ മലയാളി കൂടിയായ ലീന മെരിയ പോളും ഈ കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ ജാക്വലിൻ ഫെർണാണ്ടസിന്റെ ബന്ധം സുകേഷുമായുള്ളത് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇഡി നടത്തിയ അന്വേഷണത്തിൽ ജാക്വലിൻ ഫെർണാണ്ടസിനെയും പ്രതി ചേർക്കുകയായിരുന്നു. നടിക്ക് സുകേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുകേഷിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വിലയേറിയ സമ്മാനങ്ങൾ സ്വീകരിച്ചത്, സുകേഷുമായി നിരന്തരം ആശയവിനിമയം നടത്തിയത് അടക്കമുള്ള നിർണായകമായ തെളിവുകളടക്കമാണ് കോടതിയിൽ ഇഡി വാദം നടത്തിയത്. എന്തായാലും സുകേഷുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു ജാക്വലിൻ ഫെർണാണ്ടസ്. ഈ സംഭാഷണത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാമായിരുന്നു. അയാളൊരു ഫ്രോഡാണ് എന്നും ക്രിമിനൽ രീതിയിൽ സമ്പാദിച്ച പണമാണ് അയാളുടെ കൈവശം ഉണ്ടായിരുന്നതെന്നും അയാളുടെ ക്രിമിനൽ ഇടപാടുകളെക്കുറിച്ചും കൃത്യമായ ധാരണ നടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നടിയെ മാപ്പുസാക്ഷിയാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അന്വേഷണത്തോട് നടി ഇതുവരെ സഹകരിക്കാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നടിയെ ഇത്തരത്തിൽ മാപ്പുസാക്ഷിയാക്കാൻ സാധിക്കില്ല എന്ന കൃത്യമായ നിലപാടാണ് ഇഡി കോടതിയിലെടുത്തത്.